ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സിമീസ് നാടൻ കിച്ചൻ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കിളിമീൻ കറിയാട്ടോ. ഇത് തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ടുള്ള ഒരു നല്ല അടിപൊളി ഒരു കറിയാട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനായിട്ട് 1/4 കിലോ കിളിമീനാണ് എടുത്തിരിക്കുന്നത്. ഇത് വൃത്തിയാക്കിയിട്ട് 2 കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് മസാലയ്ക്കായിട്ട് ഒരു 15 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, 2 പച്ചമുളക് നീളത്തിലരിഞ്ഞത്, ഇത് എരിവില്ലാത്ത പച്ചമുളകാണ്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില. ഇതിലേക്ക് വേണ്ട പൊടികൾ: 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, പുളിക്ക് ആവശ്യമായിട്ട് കുറച്ച് കുടംപുളി, അത് വെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ മീൻകറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. മീൻകറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ തന്നെ ഉണ്ടാക്കണം കേട്ടോ, അതാണ് ടേസ്റ്റ്. എണ്ണ ചൂടായതിന് ശേഷം ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന ഇഞ്ചി, ചെറിയുള്ളി, ചേർത്തതിന് ശേഷം ഇതൊന്ന് മൂപ്പിക്കണം. ഇതിന് ചെറിയ ഉള്ളി തന്നെ ചേർക്കണം കേട്ടോ, അതാണ് കറിയുടെ ടേസ്റ്റ്. സവാള ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഉദ്ദേശിക്കുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. ചെറിയ ഉള്ളിയും ഇഞ്ചിയും വഴന്നതിന് ശേഷം ഇതിലേക്ക് പച്ചമുളക്, കറിവേപ്പിലയും ചേർക്കാം. അതൊന്ന് എണ്ണയിൽ വഴറ്റണം. അപ്പോൾ ഇതിൽ ചേർത്തിരിക്കുന്ന പച്ചമുളകും ഒന്ന് വഴന്നിട്ടുണ്ട്. അതിന് ശേഷം ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പൊടികളെല്ലാം ചേർക്കാം. ഈ പൊടി ഈ എണ്ണയിലൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ മൂപ്പിക്കണം കേട്ടോ. നല്ല മൂത്ത മണം വരുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളമാണ് ഒഴിക്കേണ്ടത്. ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന പുളി ചേർക്കാം, ഉപ്പ് ആവശ്യത്തിന്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. ഈ ഗ്രേവി തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 5 മിനിറ്റോളം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന മീൻ ചേർക്കാം. മീൻ ചേർത്തതിന് ശേഷം ഇതൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഒരുപാട് കുത്തി ഇളക്കാൻ പാടില്ല കേട്ടോ. മീൻ ചേർത്തിട്ട് അധികം നേരം തിളപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. മീൻ പെട്ടെന്ന് തന്നെ വേകും. അപ്പോൾ അത് നന്നായിട്ടൊന്ന് തിളച്ചാൽ മാത്രം മതി. മീൻ ചേർത്തതിന് ശേഷം ഗ്രേവി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പ് തേങ്ങാപ്പാലും കൂടെ ഒഴിക്കുന്നുണ്ട്. തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം ഒന്നത് ചൂടാകണം കേട്ടോ. തിളച്ചാലും പ്രശ്നമൊന്നുമില്ല. കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ചിരുന്നില്ല തേങ്ങാപ്പാൽ എടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അങ്ങനത്തെ തേങ്ങാപ്പാലാകുമ്പോൾ തിളച്ചാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതാ തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം ഇത് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ ചട്ടി ഒന്ന് ചെറുതായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ നമ്മുടെ കിളിമീൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. മീൻ കറി ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. തേങ്ങാപ്പാൽ ചേർക്കുന്നതുകൊണ്ട് ഇത് ഒരുപാട് സ്പൈസി ഒന്നും ആകത്തില്ല. നല്ല ടേസ്റ്റ് ആട്ടോ ഇത് കറി കഴിക്കാനായിട്ട്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല അടിപൊളി കറിയാട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പിയുമായി കാണാം. താങ്ക് യു.